ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ ധനനോട് പറയാണ്, എൻ്റെ മക്കളെ എൻ്റെ കൈകളിൽ നിന്ന് മറ്റുള്ളവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴാണ് എനിക്കതിൻ്റെ വേദന അറിഞ്ഞത്. സ്വന്തം അച്ഛനായിട്ടും എനിക്ക് യാതൊരു അവകാശമില്ലാത്ത അവസ്ഥയായല്ലോ. ഇത് കേൾക്കുന്ന ധനൻ പറയാണ്, ആഹാ, ഇത് നല്ല വാക്കാണല്ലോ ഈ പറയുന്നത്, എങ്ങനെ എനിക്കിങ്ങനെ പറയാൻ കഴിഞ്ഞു? അപ്പോൾ ആ സമയം, അല്ല ധനേട്ടാ, എൻ്റെ മനസ്സിനൊരു കുറ്റബോധം, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അത് കേട്ട ഉടൻ തന്നെ, വിനയ, നീ ചെയ്ത തെറ്റാണ് തന്നെ നിൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ നിൻ്റെ മക്കളെ നീ സ്നേഹിക്ക്. അവരെ പിടിച്ചു വലിക്കാനോ ഒന്നിനും ഇനി പോകണ്ട. അവർ നിന്നെ തിരക്കി നിൻ്റെ വീട്ടിലോട്ട് വരും. നിൻ്റെ മക്കൾ അങ്ങനെയാവണം നീ ചെയ്യേണ്ടത്. മാത്രമല്ല, നിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, അതിലോട്ട് നല്ലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് നിനക്ക് നല്ല നിലയ്ക്ക് കൊണ്ടുപോകാം. ഇത് മദ്യത്തിൻ്റെ പുറത്ത് പറയുന്നില്ലല്ലോ. അത് കേട്ട് വിനയം പറയണേ, അല്ലല്ല ധനേട്ടാ, എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ തെറ്റുകൾ. അതുകൊണ്ട് എൻ്റെ മക്കളെ ഇനി എനിക്ക് നന്നായി നോക്കണം, അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി തിരക്കണം എന്നൊക്കെ വിനയൻ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സോന അടുക്കളയിൽ കിടന്ന് രാവിലെ ചായ ഉണ്ടാക്കുകയാണ്. ഒട്ടും സോനക്ക് ഇഷ്ടപ്പെടുന്നില്ല. വളരെ ദേഷ്യത്തോടു കൂടിയാണ് സോന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സുശീല വരികയാണ്. ഓ, അണിഞ്ഞൊരുങ്ങി രാവിലെ തന്നെ അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞിട്ട് പറയാനല്ലേ വന്നിരിക്കുന്നത്. അത് കേൾക്കുന്ന സോനെ, നിൻ്റെ മുഖം എന്താ തെളിയാത്ത? നിൻ്റെ മുഖം എന്താ കടന്നൽ കുത്തിയതുപോലെ ആയിരിക്കുന്നത്? എന്തിനാ സോനെ നീ? എൻ്റെ മുഖം എങ്ങനെയൊന്ന് ഇരുന്നോട്ടെ, ഞാൻ ഈ അടുക്കളയിൽ തീരാനാണ് ഇനി എൻ്റെ ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എവിടോട്ടാണ് പോകേണ്ടത് വെച്ചാൽ അവിടോട്ട് പോയിക്കോളൂ, യാതൊരുവിധ കുഴപ്പമില്ല. അത് കേൾക്കുന്ന സോനെ, നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിൻ്റെ മുഖം തെളിയാനുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും എന്ത് കാര്യം, എന്തോന്ന് കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കേട്ടോടെ തന്നെ പറയാണ്, എടി, നീ സന്തോഷിക്കുന്ന ഒരു കാര്യം, നിനക്ക് അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട അവസ്ഥ ഒന്നും ഞാൻ വരുത്തില്ല. നിൻ്റെ അമ്മയല്ലടി ഞാൻ പ്രസവിച്ച അമ്മയല്ലേ. അപ്പം നിൻ്റെ വേദന എനിക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അങ്ങേരെ ഇന്ന് അടുക്കളയിലേക്ക് കയറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ അത് കേൾക്കുന്നതിനോടുകൂടി എന്താ എന്താ പറഞ്ഞത്? ഇത് വിശ്വസിക്കാമോ എന്നിങ്ങനെ സോന വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ, ആടി, ഇത് വിശ്വസിച്ചോ? അങ്ങേരെ അടുക്കളയിലേക്ക് കയറ്റാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട. അങ്ങേരെ അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്തോട്ടെ. പിന്നെ അടുക്കളയിൽ കയറ്റുമ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുക്കും അയാൾക്ക്. വൃത്തിയും വെടുപ്പുണ്ടോയെന്ന് നീ നോക്കണം. പണ്ടായിരുന്നെങ്കിൽ ചായയിലെ മധുരം പോലും ഇടാൻ അറിയാത്ത ഒരുത്തനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നീ നല്ല ശ്രദ്ധിച്ചോട്ടോ, അങ്ങേരുടെ കാര്യം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അതുകൊണ്ട് നീ മറക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്താൽ മതി. ഇത്രയെങ്കിലും ചെയ്തല്ലോ അമ്മ എനിക്ക് വേണ്ടി, അത് തന്നെ വലിയ ഉപകാരം. ഞാൻ തനിയെ കഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം അമ്പിളിയാണ് കാണിക്കുന്നത്. അമ്പിളി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വെച്ച് വിളമ്പാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ അമ്പിളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് എന്നോട് ദാസങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുന്ന രഘു ഇങ്ങനെ ചിരിക്കുകയാണ്. ഈ സമയം അമ്പിളി പറയണേ, അയ്യോ, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും രഘു പറയണേ, അല്ല, ഇനിയിപ്പോൾ രാപ്പകലില്ലാതെ ഇവിടെ തന്നെ ആവുമോ നിങ്ങൾ? അമ്പിളിക്ക് എല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കുമോ? അങ്ങനെയാണ് ദാസങ്ങൾ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അമ്പിളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്പിളി പറയാണ്, ഞാൻ എൻ്റെ ലച്ചുവിനെ ആദ്യം ഗർഭിണിയാകുമ്പോൾ പോലും എനിക്ക് സഹായത്തിന് ഒരാളും ഉണ്ടായിരുന്നില്ല. അത് കേൾക്കുന്ന രഘു പറയാണ്, ആര് പറഞ്ഞു നിനക്ക് സഹായത്തിന് ഉണ്ടായില്ല എന്ന്? അനുവിൻ്റെ കല്യാണമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അന്ന് ചീരു ദയൊക്കെ ഉണ്ടായിരുന്നില്ല. ഹോ, അവരുണ്ടായിട്ട് എന്താ, ചീരു വല്ലതും സഹായിക്കും. പിന്നെ ദയ, മഞ്ചാടി, അവരെ കൊണ്ട് യാതൊരുവിധ ഉപകാരവും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ, അത് മതി, അത്രയെങ്കിലൊക്കെ നീ ചിന്തിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എൻ്റെ ചേച്ചി, നിങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വേണ്ടെന്നാണോ, എൻ്റെ സഹായം വേണ്ടെന്നാണോ എന്ന് ആ സെർവൻറ്റ് ചോദിക്കുമ്പോൾ ഇവിടെ നിൻ്റെ അമ്പിളി പറയാം, അയ്യോ, അങ്ങനെയല്ല കേട്ടോ, ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് എനിക്ക് മാനസികമായും ശാരീരികമായും നല്ല തളർച്ചയുണ്ട്. അപ്പോൾ എനിക്കൊരാളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ നിന്നോളൂ, ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നീട് കുറച്ചൊക്കെ. അപ്പോഴേക്കും രഘു പറയണേ, ഇവൾ വെറുതെ പറയുന്നതാണ്, ഇവൾക്ക് ലച്ചുവിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും അടുക്കളയിലൊന്നും കയറാൻ കഴിയത്തില്ല, ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ ദാസങ്ങളോട് പറഞ്ഞിരുന്നു ഒരാളെ ഇവിടെ വേണമെന്ന്, അത് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഓഹോ, അപ്പം നിങ്ങളാണല്ലേ? എന്നിട്ട് നിങ്ങൾ ഇത്ര കരുതലും സ്നേഹവും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ അംഗീകരിക്കാതിരുന്നത്? അത് കേട്ട ഉടൻ തന്നെ രഘു പറയണേ, എടി, മദ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കാര്യങ്ങളും ചെയ്തു കൂട്ടുമെന്ന് ആർക്കാ ഓർമ്മ? അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അമ്പിളി പറയണം, മദ്യത്തിൻ്റെ പുറത്ത് ചെയ്തു കൂട്ടിയ ആ ഒരു ദിവസം ഞാൻ നിങ്ങളോട്
പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അതെങ്കിലും ഉണ്ടായത് നന്നായി. അല്ല എങ്കിൽ ഇപ്പോൾ ഞാൻ എത്രമാത്രം നിങ്ങളുടെ മുന്നിൽ നാണം കെട്ടിയിരുന്ന ഒരു DNA ടെസ്റ്റിന് നിൽക്കേണ്ട അവസ്ഥ ഓടി ഓടുന്നു എന്ന് രഘു പറയുന്നു കേട്ടോ. അതെ, ഞാൻ പറഞ്ഞ സത്യമല്ലേ, മദ്യത്തിൻ്റെ പുറത്ത് ഈ ഒരു സംഭവം ഓർമ്മ ഉണ്ടായതുകൊണ്ട് ഞാൻ DNA ടെസ്റ്റിന് പോവാതെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം അച്ഛനും ദാസങ്ങളും ഇനി ഈ വീട്ടിലോട്ട് വരുമോ? അപ്പോൾ രഘു പറയണേ അതുണ്ടാവില്ല, അച്ഛൻ എന്തായാലും ആ കുഞ്ഞുങ്ങൾ അവിടെ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കത്തുള്ളൂ എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് അമ്പിളി. പിന്നീട് കാണിക്കുന്നത് ഭാനുമ്മയാണ്. കുഞ്ഞുങ്ങളെ മരത്തിരുന്ന് കൊഞ്ചിക്കുമ്പോൾ ദാസും മാഷും ഇറങ്ങി വരുന്നു. അവരെ കാണുന്ന ഭാനുമ്മ മനു ഇതാ വന്നിരിക്കുന്നെന്ന് പറയണേ. അങ്ങനെ അവർ കയറി വരികയാണ്. വിച്ചുട്ട മുത്തച്ഛ എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് കിടക്കാമെന്ന് മാഷിനോട് അനുഭവം പറയുമ്പോൾ വേണ്ട, ഞാൻ ഈ സോഫയിൽ ഇരിക്കട്ടെ, ഹോസ്പിറ്റലിൽ ചെന്ന അന്ന് മുതൽ കിടത്തം തുടങ്ങിയതാ, അതുകൊണ്ട് ഞാൻ ഈ സോഫയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സോഫയിൽ ഇരിക്കുന്നു. അങ്ങനെ മാഷ് ഇങ്ങനെ സോഫയിൽ ഇരിക്കുമ്പോൾ ദാസ് പറയാണ്, അനു നീ ഇനി കുറച്ച് ദിവസത്തിന് അച്ഛന് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ മറക്കരുത്. ഓ ഞാനത് ചെയ്തോളാം. മാത്രമല്ല ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു കാര്യവും ഇനി നിങ്ങളാരും ഈ പറയുന്ന മാഷിനോട് പറയരുത്. അത് കേൾക്കുന്ന മാഷ് പറയണേ, എൻ്റെ കുട്ടികളും കുടുംബവുമാണ് എനിക്ക് വലുത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. അപ്പോൾ അവരുടെ ടെൻഷനും ഇതെല്ലാം എന്നെ തന്നെ തരണം ചെയ്ത് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളൊക്കെ നല്ല നിലയ്ക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും എൻ്റെ ലക്ഷ്മി എന്നെ തിരിച്ചു വിളിക്കുക. അപ്പോഴേക്കും മനു പറയണം, മതി അച്ഛാ ഇവിടെ ഇരുന്നത്, ഇനി പോയി കിടന്നോളൂ, ക്ഷീണമുണ്ടാവും, വെറുതെ ആവശ്യമില്ലാത്ത സംസാരം വേണ്ട എന്ന് പറഞ്ഞ് അനു കിടത്താൻ കൊണ്ടുപോവാണ് കേട്ടോ. ഇതേ സമയം ഹർഷയും സുഷീലയും കണ്ടിമുട്ടലാണ് കേട്ടോ. അങ്ങനെ ഹർഷ പറയണേ, എൻ്റെ ആൻറ്റി നിങ്ങൾ അയാളെ അടുക്കളയിൽ കയറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാളുടെ പ്രതികരണം എന്തായിരുന്നു? ഓ മൂപ്പർക്ക് വലിയ സന്തോഷമാണ്, വീടിനുള്ളിൽ നിരങ്ങാൻ കിട്ടുന്നൊരു സമയമല്ലേ, അയാൾക്ക് വലിയ സന്തോഷമാണ് കാണിച്ചത്. എന്തായാലും അയാൾക്ക് ഉണ്ടാക്കാൻ എന്തെങ്കിലും അറിയോ? അതുകൊണ്ടല്ലടി ഹർഷ ഞാൻ അങ്ങനെ ചെയ്തത്. അയാൾക്കൊന്നും തന്നെ ഉണ്ടാക്കാൻ അറിയില്ല, അയാൾക്കൊന്നും ഉണ്ടാക്കാനും അറിയില്ല, ഒന്നും ചെയ്യാനും അറിയില്ല. ഒരു ചായയിൽ മധുരം ഇടാൻ പോലും അറിയാത്ത ആ ആൾ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ? ആൻറ്റി പറയുന്നത് സത്യമാണെങ്കിൽ അത് ഓക്കെ. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന മനസ്സിൽ, അതായത് മക്കളുടെ മനസ്സിൽ വലിയ പ്രീതി നേടും കേട്ടോ അയാൾ. അപ്പോൾ അത് കേട്ടോടെ തന്നെ, എൻ്റെ ഹർഷേ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പെടുത്തല്ലേ. അയാൾ ഇനി ഭക്ഷണം നന്നായി ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ മക്കളുടെ ഇടയിൽ നല്ലൊരു മനസ്സ് ഒരു സ്നേഹം മക്കൾക്ക് വന്നു തുടങ്ങും. ഞാൻ തന്നെ എൻ്റെ കുഴി തോണ്ടിയതുപോലെ ആവുമോ? എൻ്റെ ആൻറ്റി പാചകം അറിയാത്ത ആളെ പാചകം പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. എന്നാൽ അങ്ങനെയല്ല, പാചകം അറിയുന്ന ആളുകളുടെ പാചകം കുളമാക്കാൻ ഒരു പണിയില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും ആ മനുഷ്യനെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടി. ഇനി നീ എന്തായാലും പെട്ടെന്ന് ആ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യുക, അയാളെ തട്ടാനുള്ളത്. പണം ഞാൻ തരാം. പണം തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ആൻറ്റിയുടെ കൈകളിലില്ലല്ലോ, അത് അയാളുടെ കൈകളിലല്ലേ. അത് കേട്ടോടെ തന്നെ എൻ്റെ കൈകളിൽ വെക്കുന്ന എന്തിനാ? അതെ ആ പണം ആൻറ്റി എടുത്തേക്ക്, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. അത് പറയുന്നത് ശരിയാണ്, ഇന്ദ്രൻ ഒരു അക്കൗണ്ട് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതും ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ആൻറ്റി എങ്ങനെയെങ്കിലും ആ പണം കൈക്കലാക്കാൻ നോക്കുക. എന്നിട്ട് എടി ഹർഷ അപ്പോൾ പ്രശ്നമാവും, അതൊന്നും ഉണ്ടാവത്തില്ല, നീ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നോക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശേഖരൻ്റെ പാചകമാണ്, നല്ല സ്പീഡിൽ പാചകം ചെയ്യുന്നു. സോന അത് കൊണ്ടുവെക്കുന്നു, ഉണ്ടാക്കിയത് ടേബിളിൽ കൊണ്ടുവെക്കുന്നു, ഭക്ഷണം പ്ലേറ്റൊക്കെ നിരത്തുന്നു. അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നു. ആ സമയം ഇവരുടെയൊക്കെ സംസാരം ഭക്ഷണത്തിലോട്ടല്ല, സോനയല്ലേ ഉണ്ടാക്കിയത് എന്നാ ഒരു ഇതായിരിക്കും. സോനയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുന്ന പ്രതീക്ഷയോടുകൂടി സോന നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശേഖരൻ ഇങ്ങനെ കോഴിമുട്ട പൊരിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് സത്യം, അല്ല മാഷിനെ കൊണ്ടുപോയിട്ട് മാഷിനെ കണ്ടിരുന്നോ ഇന്ദ്രേട്ട? ഞാൻ ആ വഴിയാണ് വന്നത്. അല്ല അങ്ങേർക്ക് എങ്ങനെയുണ്ട്? അങ്ങേര് 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട മനുഷ്യനാണ്, പക്ഷേ അയാൾക്ക് വീട്ടിലോട്ട് പോകണമെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് വീട്ടിലോട്ട് പറഞ്ഞയച്ചതെന്നൊക്കെ പറയണം കേട്ടോ. ഓ മാഷിന് അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നതിനിടയ്ക്ക് സത്യം പറയണേ, ഓ ഈ പാചകത്തിന് എന്താ പുതിയൊരു രുചി, നീ പുതുതായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പാചകമാണോ? അത് കേൾക്കുന്ന സോന അങ്ങനെ ചിരിക്കുക. അപ്പോഴേക്കും ഇന്ദ്രൻ ശരിയാണല്ലോ, ഇതിനൊരു രുചി വ്യത്യാസം ഉണ്ടല്ലോ, ഇന്ന് നിൻ്റെ പുതിയ പാചകമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാമു പറയാൻ നീ ഉണ്ടാക്കിയതാണോ? അപ്പോഴേക്കും സോന പറയണേ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, പിന്നെ ആരിത് ഉണ്ടാക്കാൻ എന്ന് ചോദിക്കുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.